അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഫൈനലി നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു അപ്ഡേറ്റ് ഇന്നലെ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, പൊതുപരീക്ഷയുടെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആയിരുന്നു. സംസ്ഥയുടെ ഔദ്യോഗിക ചാനലിലും ഒക്കെ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമസ്ത പൊതുപരീക്ഷ ജനറൽ ഫലപ്രഖ്യാപനം അത് നടക്കാൻ പോകുന്നത് നാളെ, അതായത് 2026 മാർച്ച് 4 ബുധനാഴ്ചയാണ്. 12 മണിയോടുകൂടെ എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട് ഓൺലൈനിൽ ലഭ്യമാകും. അതിനു മുമ്പ് പത്രസമ്മേളനം ഉണ്ടാകും. ഇതിനായിട്ട് പ്രത്യേകമായിട്ട് ഫലപ്രഖ്യാപനത്തിന് ഒരു സമ്മേളനം ഉണ്ടാകും. ആ സമ്മേളനത്തിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഇപ്രാവശ്യം റമദാൻ 14-നാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ നടന്നു എന്ന് പറയപ്പെടുന്നു. ഏതായാലും എല്ലാ വിദ്യാർത്ഥികളുടെയും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു അവസരമാണ് ഇൻഷാ അല്ലാഹ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ 12 മണിയോടുകൂടെ തന്നെ, അതിന് മുമ്പ് തന്നെ നമ്മുടെ സൈറ്റ് ചിലപ്പോൾ ഒരു ബ്ലോക്കൊക്കെ സാധ്യതയുണ്ട്. കാരണം കുറേ ആളുകളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ സൈറ്റിലേക്ക് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ചില എററൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഫലപ്രഖ്യാപനം പെട്ടെന്ന് കിട്ടിയില്ലെന്ന് വന്നേക്കാം. അപ്പോൾ വീണ്ടും ആവർത്തിച്ച് ചെയ്യുക. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് റിസൾട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു എററോ അതല്ലെങ്കിൽ ബ്ലോക്ക് ആവലോ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അത് ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ റിസൾട്ട് കിട്ടും. അതല്ലെങ്കിൽ വേറെ ആരെ ഫോണിൽ നിന്നൊക്കെ റിസൾട്ട് നോക്കുക. അതെല്ലാം അള്ളാഹു അർഹമായ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റിസൾട്ടിൽ വല്ല മാർക്ക് കുറവുകളുണ്ടെങ്കിൽ റീവാലുവേഷന് കൊടുക്കാൻ പറ്റുന്നവർ റീവാലുവേഷന് കൊടുക്കുക. നാളെ തന്നെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. എന്നാണ് റീവാലുവേഷന് കൊടുക്കേണ്ടത്, അതുപോലെ പരീക്ഷ എഴുതേണ്ട ഡേറ്റൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്, അപേക്ഷിക്കാനുള്ള സമയമൊക്കെ. അതുപോലെ ടോപ്പേഴ്സിന് പ്രതീക്ഷിച്ച കുറേ വിദ്യാർത്ഥികളുണ്ട്. രാവെന്നും പകലെന്നും എന്നില്ലാതെ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ട് പഠിച്ച വിദ്യാർത്ഥികൾ. അള്ളാഹു എല്ലാവർക്കും ടോപ്പേഴ്സ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.